ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവകാശം എന്ന് പറഞ്ഞ സ്പോർട്സ് ചാനൽ വരുന്ന ഒരു പക്ക അടിപൊളി ആനിമി ആട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈക്യൂഒക്കെ ഇല്ലേ, ഹൈക്യൂനൊക്കെ ഒരു ലെവലിലുള്ള ഒരു ആനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും പ്ലോട്ട് ആണെങ്കിലും ക്യാരക്ടറിന് ബാക്ക് സ്റ്റോറി ഒക്കെ കൊടുത്തിട്ട് ഓരോ ക്യാരക്ടേഴ്സിനും അവരൊക്കെ കഥകൾ കൊടുത്തിട്ട് അത്രയും നല്ല ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഡയറക്റ്റ് ഒരു സ്പോർട്സിലേക്ക് മാത്രം പോകുന്ന ഒരു കഥയല്ല. നമുക്കപ്പോൾ ഭയങ്കര ഇഷ്ടമാവും, നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ അഷിത്തോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഇവൻ്റെ കഥയാണ്. നമ്മുടെ അഷിത്തോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കഥയാണ് ഇത്. അപ്പോൾ അഷിത്തോ ഗ്രാമത്തിലൊക്കെ കളിച്ച് വരുന്ന ചെക്കനാണ്. അപ്പോൾ ഇവൻ അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കും. അപ്പോൾ ഇവൻ്റെ സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല മികവുള്ള സ്കില്ലാണ്. അപ്പോൾ ഇവൻ്റെ സ്കില്ല് നല്ല വിശ്വാസമാണ്. ഇവൻ എപ്പോഴും പറയും ഇവൻ വലിയ പ്ലെയർ, മീൻസ് വലിയ ടീമിലൊക്കെ കളിക്കുന്നവന് ഭയങ്കര ആഗ്രഹമാണ്. അത് പറയുകയും ചെയ്യും, ഞാൻ ചെയ്യുന്നൊക്കെ. അപ്പോൾ ഫുക്കുഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുണ്ട്. അത് ഫുക്കുഡ എന്ന് പറഞ്ഞാൽ ജപ്പാനിലൊക്കെ ജെ ലീഗിൽ കളിക്കണ ടോക്കിയോ സിറ്റി എസ്പാനിയോ എന്ന് പറഞ്ഞ ക്ലബിൻ്റെ കോച്ചാണ് ഫുക്കുഡ. അപ്പോൾ ഇങ്ങനെ സ്കൗട്ടിങ്ങിന് പോകുമ്പോൾ അപ്പോൾ ഇവൻ്റെ ഗ്രാമത്തിൽ വെച്ചിട്ട് അഷിതോൻ്റെ കളി കാണാൻ ഇടയാവണം. അപ്പോൾ അഷിതോൻ്റെ കളി കാണുന്ന സമയത്ത് ഫുക്കുഡൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഫുക്കുഡ് എന്തിനാണ് അഷിതോ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അഷിതോൻ്റെ അടുത്ത് പോയിട്ട് അഷിതോനോട് പറയും, നീ എന്താണ് ഈ സെലക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ടീമിലേക്ക്, അപ്പോൾ അങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഷിതോക്ക് ഭയങ്കര സന്തോഷം, കാരണം അഷിതോ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ചാൻസാണ്. അപ്പോൾ ഇതിങ്ങോട്ട് ഇവനെ തേടി വരികയാണ്. അപ്പോൾ അഷിതോന് ഈ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും. അപ്പോൾ ഈ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നതിന് ശേഷം അഷിതോനെ മനസ്സിലാക്കണം കളിക്കുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല മോനെ, ഇതുവരെ കളിച്ചു വരുന്ന പോലെ അല്ലല്ലോ, കുറച്ച് സീനാണല്ലോ അവിടെ. അതായത് വലിയ ടീമിലേക്കുള്ള സെലക്ഷൻ വരുമ്പോൾ അപ്പോൾ അത്ര അടിപൊളി കട്ട ടീം പ്ലേയേഴ്സ് അല്ലേ. അപ്പോൾ ഇവരായിട്ട് കളിച്ചിട്ട് അപ്പോൾ ഓരോ ഗെയിമിലും ഓരോ മാച്ചസിലും ആഷിത് ഓരോന്ന് പഠിക്കണം. നമ്മൾ എന്താണ് ഓരോ പൊസിഷൻ്റെ വാല്യൂ എന്താണ് നമ്മൾ കാണുന്ന നമുക്ക് മനസ്സിലാവും, നമ്മൾ പഠിക്കും. അത് നമ്മൾ എന്താണ് ഗെയിം, എന്താണ് ടീം മാനേജ്മെൻറ്റ്, നമ്മൾ എങ്ങനെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗെയിം ഹിസ്റ്ററി എങ്ങനെ വർക്കാവും, നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കണം, അടുത്ത മൂവ് എങ്ങനെ എടുത്ത് വെക്കണം, മൈൻഡ് കാൽക്കുലേഷൻ, ഇതൊക്കെ സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് കാണിക്കും. നമുക്ക് അത്രയ്ക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും ഓരോ ഗെയിം കാണുമ്പോൾ. ഓരോ മാച്ചിലൊക്കെ നമ്മളിങ്ങനെ പീക്ക് ലെവലിലൊക്കെ നമ്മളെ കൊണ്ടുപോയി നിർത്തണം. അതൊക്കെ സത്യം പറഞ്ഞാൽ അത്ര നൈസാട്ടോ. അതായത് സ്റ്റോറി പ്ലോട്ടൊക്കെ തീസാണ് സെറ്റ്. നമ്മളപ്പോൾ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് വരണ്ടേ. അപ്പോൾ അത്ര നൈസായിട്ട് പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതവിടെ ചെന്നതിന് ശേഷം അവൻ ഈ ടീമിലേക്ക് സെലക്റ്റഡ് ആവും, എന്താവും കഥ, അതൊക്കെ നമുക്ക് കാണിക്കാൻ ഒറ്റ സീസൺ ഇറങ്ങിയിട്ടുള്ളൂ, അടുത്ത സീസൺ വരും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിക്കണം. അതായത് അവനവിടെ ചെന്നിട്ട് സെലക്റ്റഡ് ആവുമെന്നൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു കഥയാണ് ഇപ്പോൾ ഇതിൽ വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേനും കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ ആനിമേനെ കുറിച്ച് റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കനൊക്കെ അടിച്ചു വെച്ചോ ആവശ്യം വരുന്നേ. ബൈ.